ഉത്തർപ്രദേശിലെ മഥുര കൃഷ്ണ ജന്മഭൂമി കേസിൽ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ പരിശോധന നടത്താനുള്ള ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചു. പരിശോധനയ്ക്കായി അഭിഭാഷക കമ്മീഷനെ നിയമിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, പ്രധാനപ്പെട്ട ഇടപെടൽ എന്താണ് വിശദാംശങ്ങൾ? വേണു, ഈ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ നിലവിലെ ഈ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ഇരിക്കുന്ന പ്രദേശം അത് ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയാണെന്നും അവിടെ മുൻപൊരു ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് പണികഴിപ്പിച്ചതെന്നുമായിരുന്നു ഈ ജന്മഭൂമി കേസിലെ ഹർജിക്കാർ ഉന്നയിച്ച വാദം. തുടർന്ന് ഈ കേസ് അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. ആ ഒരു അലഹബാദ് ഹൈക്കോടതിയായിരുന്നു ഇവിടെ സർവേ നടത്തുന്നതിനായി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചത്. ഇതിൽ ഒരു താൽക്കാലിക ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി ഈ സ്റ്റേ തടയണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യത്തിൽ ഒരു വിസമ്മതം രേഖപ്പെടുത്തിയിരുന്നു. ആ വാദം കേൾക്കുമെന്നുള്ളതും അറിയിച്ചു. ആ വാദത്തെ കേട്ടതിൻ്റെ മുറയ്ക്കാണ് ഇപ്പോൾ ഇതിലൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഈ അഭിഭാഷക കമ്മീഷൻ്റെ സ്റ്റേ, അഭിഭാഷക കമ്മീഷൻ്റെ സർവേ, അതിനൊരു സ്റ്റേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് നിലവിലെ ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രമേ ഇത്തരം സർവേകൾ അനുവദിക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. എന്തായാലും മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിലാണ് ഈ ഒരു അടിയന്തര ഇടപെടൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.